എൻ ശ്രീകുമാർ, ഇപ്പോൾ കുറച്ചു മുമ്പ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു വിഷയത്തിലാണെങ്കിലും അദ്ദേഹം പറയുന്നു RSSന് കീഴ്പ്പെട്ടു പോകുന്ന സമീപനമുണ്ട് കോൺഗ്രസിന് എന്ന്. കുറച്ചു മുമ്പ് ശ്രീ ബിജി എബ്രഹാം പറയുന്നു BJPയുടെ രാഷ്ട്രീയ താല്പര്യം അത് EDയിലൂടെ എങ്ങനെ നടപ്പിലാകുന്നെന്ന് സംസ്ഥാനത്ത് തിരിച്ചറിയാത്തതിന്റെ പ്രശ്നം കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഇവിടെ ഇപ്പോൾ CPM നിങ്ങളുടെ പ്രതിപക്ഷ ചേരിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവിടെ CPMനെതിരെ രാഷ്ട്രീയ വേട്ടയും ആരോപണങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ED അന്ധമായി വിശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ടുന്ന എന്ത് രാഷ്ട്രീയ ബാധ്യതയാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ് ചോദ്യം. കാരണം ഇപ്പോൾ ശരിയാണ്, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ തള്ളി പറഞ്ഞുവെങ്കിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇവർ പറയുന്നതൊന്നുമല്ല ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ എന്നാണ്. നോക്കൂ ശ്രീമതി മാധു, ഇതിലത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാല് ഇവര് കോൺഗ്രസിന്റെ BJP ബന്ധത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. മറിച്ച് ഇവര് CPI എന്താ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ CPIക്ക് BJPയെ കുറിച്ചൊരു ധാരണയൊന്നുമില്ലേ? ഇവര് CPM വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഇന്നത്തോടെ അകപ്പെട്ടു. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷണൽ എത്തിക്സ് എന്ന് വെച്ചാൽ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ പാർട്ടി ഒന്നിച്ച് തീരുമാനിക്കണം എന്നുള്ളത് ഇവിടെ ഇല്ലാതായിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന CPMന്റെ ഒരു നേതാവിന്റെ മകൾക്ക് വേണ്ടി പാർട്ടി ഒന്നടങ്കം രംഗത്തിറങ്ങുകയാണ്. പറഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ട്, ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ. അതൊന്നും ഞാനിവിടെ എടുത്തിട്ട് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇവർ ഈ ചോദ്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബിസിനസ്സും കോടതിയും കാര്യങ്ങൾ മാത്രം. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി CPM മാറ്റിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്നുകൊണ്ട് ഒരു നേതാവിന്റെ മകൾക്കെതിരെ ED എടുത്ത കേസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പാർട്ടി ആ നേതാവിന്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കോഴിക്കോട്ട് സമ്മേളനം നടത്തുമ്പോൾ കൊച്ചിയിലാകാമായിരുന്നു, തിരുവനന്തപുരത്താകാമായിരുന്നു, കണ്ണൂരാകാമായിരുന്നു. കോഴിക്കോട്ട് നടത്തിയ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ള വാർത്ത വന്നപ്പോഴാണ്. അപ്പൊ പാർട്ടി പ്രതിരോധിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഇത് ഏറ്റെടുത്തു, ED സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. EDയെ കുറിച്ച് കോൺഗ്രസിന് നല്ല അഭിപ്രായം ഇല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് രാഹുൽ ഗാന്ധിയെയും അതുപോലെ നേരത്തെ ശ്രീമതി മാധു പറഞ്ഞതുപോലെ ഒരുപാട് മുഖ്യമന്ത്രിമാരെയൊക്കെ ED വേട്ടയാടുന്നതെന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ രാഷ്ട്രീയമല്ലെന്ന് CPI പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ കോൺഗ്രസിന്റെ കാര്യം എന്താ? ഇത് രാഷ്ട്രീയ വിഷയമല്ല, ഇതൊരു ബിസിനസ് കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഇടപെടുന്നില്ല എന്ന് LDFന്റെ പാർട്ണറായ CPI പറഞ്ഞാൽ ആ CPIക്ക് BJP കുറിച്ച് ധാരണയില്ലേ? ഇവിടെ RSSനെ കുറിച്ചോ BJPയെ കുറിച്ചോ കോൺഗ്രസ് RSSന് കീഴടങ്ങിയതിനെ കുറിച്ചോ ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അതൊരു രാഷ്ട്രീയമായിട്ട് എടുത്തോട്ടെ. ഇവിടെ വന്ദേമാതരം ചൊല്ലുന്നതിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഗവർണറുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണെങ്കിലും അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു നേതാവിന്റെ മകളുടെ കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിലുള്ള ബിസിനസ്സിൽ ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് ആനുകൂല്യം കൈപ്പറ്റിയോ ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പാർട്ടി നൽകുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ BJP അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. BJPക്ക് CPMനെ ഇല്ലാതാക്കിയിട്ട് എന്ത് കിട്ടാനാണ് ഈ നാട്ടിലെ? കേരളത്തിൽ മാത്രമേ CPM ഉള്ളൂ. അവിടെയാണ് UDF ആണ് ഭരിക്കുന്നതും. ഇനിയിപ്പോ CPMനെ ഇല്ലാതാക്കിയാൽ തന്നെ ഇവിടെ കോൺഗ്രസിനെ അവർ രക്ഷിക്കാനാണോ BJP ശ്രമിക്കുന്നത്? അപ്പൊ CPMനെ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന് CPM എത്ര പറഞ്ഞാലും അത് BJPക്കാർ ഉൾക്കൊള്ളില്ല, CPM ഉൾക്കൊള്ളില്ല. കാരണം എന്താ വെച്ചാൽ അത് പറയാമെന്ന് മാത്രം. CPMനെ ഒരിക്കലും BJPക്ക് ശത്രുവായിട്ട് കാണാൻ പറ്റുമോ? കാരണം കോൺഗ്രസിന്റെ ശത്രുവ കേരളത്തിൽ CPM, കോൺഗ്രസിന്റെ ശത്രുവ കേരളത്തിൽ BJP. പിന്നെ അവർക്ക് CPMനെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇതിൽ വിഷയം എന്താ വെച്ചാൽ ഇതൊരു ബിസിനസ് വിഷയമായതുകൊണ്ട് ഇത് അന്വേഷിച്ചേ പറ്റൂ. ഇന്നിപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരു വൈരുദ്ധ്യം കൂടി ഞാൻ പറയാം. ഇത് കേസുമായി മുന്നോട്ട് പോകും. കേസുമായി മുന്നോട്ട് പോകും. ഒപ്പം തന്നെ അദ്ദേഹം പറയാം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അത് രണ്ടുകൂടെ എങ്ങനെയാ യോജിക്കുക? കേസുമായി മുന്നോട്ട് പോകുന്ന പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത്? ഇതിൽ പാർട്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ CPM നേതാക്കളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവരുടെ ബന്ധുക്കളെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ കേസ് വരുമ്പോൾ അവർ പറയാറുണ്ട് ആ കേസ് അവർ അതിന്റെ വഴിക്ക് പോകുമെന്ന് പറയാറുണ്ട്. ഇതിപ്പോ അതല്ല. ഇതിപ്പോ ഇന്നലെ ശ്രീ പിണറായി വിജയൻ 2 കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുകയാണ്. ഈ കൈകൾ ശുദ്ധമല്ലെന്ന് ഏത് പാർട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്? പിണറായി വിജയൻ ആരോപണ വിധേയനായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കുകയോ കുറ്റക്കാരനാക്കുകയോ ചെയ്യുമ്പോഴാണ് ശുദ്ധവും അശുദ്ധവും വരുന്നത്. അതുവരെ ഈ കേസിൽ അദ്ദേഹത്തിന് ബന്ധമില്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ മകളുമായിട്ടുള്ള പ്രശ്നമല്ലേ? എക്സാലോജിക്കും CM തമ്മിലുള്ള ഒരു വിഷയം. അത് പിണറായി വിജയന്റെ മകളായി അത് ഇപ്പൊ മാത്രമല്ലല്ലോ അതാണ് എന്റെ ശ്രീമതി മാധു രസം. കാരണം ഇവര് 2016 ഇവര് ഭരിക്കുമ്പോ പറയുന്നത് എന്താ അറിയാമോ?
ഭരണത്തെ ഇല്ലാതാക്കാൻ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു, മുഖ്യമന്ത്രിയെ ദുർബലനാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ അവരെന്താ പറയുന്നത്? അത് ബാക്കി എല്ലാം മറന്നു. കാരണം പാർട്ടി മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ഗവൺമെന്റ് പ്രതിപക്ഷം എന്ന് ഭരണപക്ഷം എന്നും ഗവൺമെന്റ് എന്നും പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് പാർട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇവർക്ക് ഇത് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രാഷ്ട്രീയമില്ലെന്ന് CPI പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയമില്ലാത്തൊരു കേസിനെ കുറിച്ച് രാഷ്ട്രീയം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇത് പൊതുയോഗം നടത്തുകയാണ്. ആ പൊതുയോഗത്തിൽ അവർ പറയുന്ന കാര്യം എന്താണ്? എന്താ ബന്ധം? ഇത് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൽ കോൺഗ്രസിന് എന്തിനാ ബന്ധം? ഇത് കോൺഗ്രസ്, ഈ മുഹമ്മദ് റിയാസിന്റെ ഏതെങ്കിലും കോൺഗ്രസ്, ഇവിടെ പക്ഷേ അനൂപ് ഇരിപ്പുണ്ട്, ഏതെങ്കിലും കോൺഗ്രസ് വക്താവ് മുഹമ്മദ് റിയാസിനെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കേസ് വരുമ്പോൾ അന്വേഷണം നടക്കുമ്പോൾ അതിൽ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അപ്പോൾ പറയാം. ഇത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടല്ലേ റിയാസിന്റെ പേരിൽ വരുന്നത്? അല്ലാണ്ട് CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗമായതുകൊണ്ടാണോ? മുൻ മന്ത്രി ആയതുകൊണ്ടാണോ? അല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ബന്ധുവായതുകൊണ്ടല്ലേ വരുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്കുമാണ്. അപ്പോൾ വ്യക്തിപരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്ന അത് വ്യക്തിപരമായ ആരോപണം എന്താണെങ്കിലും ആയിക്കോട്ടെ. ഇത് നമ്മളെ ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് ശ്രീമതി മാധു ആദ്യമേ പറഞ്ഞു. എക്സലോജിക്കിന്റെ ആ ഒരു സർവീസിനെ കുറിച്ചുള്ള കാര്യമാണ്. അതിൽ അവർക്ക് ഉത്തരവില്ല. പിന്നെ അവർ പറയുന്ന മുഴുവൻ രാഷ്ട്രീയമാണെങ്കിലും ആ രാഷ്ട്രീയത്തെ അവർക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ CPM വിജയിച്ചു. എന്താ? ശ്രീ പിണറായി വിജയൻ വിജയിച്ചു. കാരണം ഇപ്പൊ DYFI ഉണ്ടല്ലോ, DYFIയുടെ സമ്മേളനം ഇന്നലെ തൃശ്ശൂരിൽ കഴിഞ്ഞു. ആ DYFI സാധാരണ രീതിയിലെ മാതൃസംഘടനയിലെ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പാർട്ടി ഫോറത്തിൽ വിമർശിക്കുക യുവജന നേതാക്കളാണ്. ഇപ്പൊ ആ യുവജന നേതാക്കളുടെ ആ സംഘടനയെ മരവിപ്പിച്ചു CPM. കാരണം അതിന്റെ ഭാരവാഹികളെ CPM സംസ്ഥാന സെക്രട്ടറിയാണ് നിശ്ചയിച്ചത് പിണറായി വിജയന്റെ അനുഗ്രഹാശിസുകളോടെ. ഇനി അവർ മിണ്ടില്ല. അപ്പൊ ആരും മിണ്ടും ഈ പാർട്ടിയിലെ? ശ്രീ പിണറായി വിജയൻ ഇന്നലെ അത് നല്ല സൂത്രത്തോടെ രാഷ്ട്രീയമാക്കി മാറ്റിയപ്പോൾ ശ്രീ ഗോവിന്ദൻ മാഷും ഇതിൽ പെട്ടുപോയി. ഗോവിന്ദൻ മാഷിന്റെ സെക്രട്ടറിയെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ആ പദവിയുടെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞെന്ന്. കാരണം ഇന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. എന്താ വിഷയം? എന്താണ്? ഏതെങ്കിലും നേതാവിനെ രാഷ്ട്രീയമായിട്ട് ED അറസ്റ്റ് ചെയ്തോ? ഇല്ല. ഏതെങ്കിലും നേതാവിനെതിരെ രാഷ്ട്രീയമായിട്ട് ED വേട്ടയാടിയോ? ഇല്ല. എന്നെ ചോദ്യം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ പിണറായി വിജയനാ. ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ മകനെയാണ്. റിയാസിനെ ആണെങ്കിൽ ചില ചോദ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവർ വേറൊരു കാര്യം ഒരു സൂത്രത്തോടെ പ്രയോഗിക്കുന്നുണ്ട്. ഇതിലൊരു പത്രത്തെ കൊണ്ടുവരുന്നുണ്ട്. ആ പത്രം ഒരു കോൺഗ്രസ് അനുകൂല പത്രമാണെന്ന് CPM എപ്പോഴും പറയുന്നതാണ്. ആ പത്രത്തെയും പത്രാധിപരെയും കൊണ്ടുവരുന്ന എന്തിനാണെന്നറിയാമോ? പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകാൻ വേണ്ടിയാണ്. കാരണം അത് മറ്റേ കേരളത്തിലെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രവും പത്രാധിപരുമാണ് എന്ന് വരുമ്പോൾ അത് പാർട്ടികൾ വിശ്വസിക്കുന്നവരുടെ വിചാരം. പക്ഷെ വിശ്വസിക്കില്ല. എന്താ കാരണം എന്നറിയാമോ? CPI പറഞ്ഞു കഴിഞ്ഞു ഇതിൽ രാഷ്ട്രീയമില്ലെന്ന്. CPI അവർക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? ഇന്നത്തെ പൊതുയോഗത്തിൽ എന്തുകൊണ്ടാണ് LDF-ന്റെ പേരിലാക്കാൻ? ഇനി നാളെ LDF-ന്റെ പേരിൽ അവർക്ക് പൊതുയോഗം നടത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? LDF പൊതുയോഗം നടത്തിയ CPI വരില്ല. അതുകൊണ്ട് CPM ഈ വിശദീകരണ യോഗം നടത്തിയതോടെ അവർ കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ ഇത് നാളെ ഒരു വിഷയം, നാളെ എന്ന് വെച്ചാൽ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ശരി. Debate with Madhu Saji.